हम पढ़ेंगे यहूदा की पत्री पहला अध्याय उसका 17-18 आयत। पर हे प्रियो, तुम उन बातों को स्मरण रखो जो हमारे प्रभु यीशु मसीह के प्रेरित पहले कह चुके हैं। वे तुमसे कहा करते थे कि पिछले दिनों में ऐसे ठट्ठा करने वाले होंगे जो अपनी अभक्ति की अभिलाषा के अनुसार चलेंगे। യൂദയുടെ ലേഖനം 17-ാമത്തെ വാക്യമാണ് നമ്മൾ ഇന്ന് വായിക്കുവാൻ ഇടയായി തീർന്നത്. अभी हमने जो पढ़ा वो पढ़ा यहूदा की किताब पहला अध्याय उसका 17 और 18 आयत। 17 തൊട്ട് 23 വരെയുള്ള വാക്യങ്ങളാണ് നമ്മുടെ പ്രസംഗത്തിന്റെ വിഷയം എന്ന് പറയുന്നത്. आज का जो हमारा मेनन का जो विषय है वो पहला अध्याय का 17वां आयत से लेकर 23वां आयत तक है. എല്ലാ കാര്യങ്ങളും ഈ വാക്യങ്ങളെല്ലാം ഇന്ന് പ്രസംഗിക്കുവാൻ കഴിയത്തില്ല. ബാക്കി അടുത്ത ആഴ്ച പ്രസംഗിക്കുന്നതായിരിക്കും. सभी बातों के बारे में आज मनन करने के लिए समय नहीं है, लेकिन बाकी जो बचे हुए आए थे वो अगले हफ्ते हम लोग मनन करेंगे. ഈ ലേഖനം എഴുതിയത് യഹൂദയാണ്. ये जो लेख लिखा है ये यहूदा ने लिखा हुआ है. ആ യഹൂദ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ സഹോദരനായിരിക്കുന്ന യഹൂദയാണ് ഈ ലേഖനം എഴുതിയത്. यहूदा का मतलब प्रभु यीशु मसीह का भाई यहूदा ने ये पत्री लिखी हुई है. മത്തായിയുടെ സുവിശേഷം 13-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ जब मत्ती की किताब 13वां अध्याय हम पढ़ते हैं, അവിടെ യേശു ക്രിസ്തുവിന് മറ്റ് സഹോദരന്മാരുണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. वहाँ पर प्रभु यीशु मसीह के जो बाकी भाइयों के बारे में लिखा हुआ है. 13:55 എഴുതിയിട്ടുണ്ട് യേശുവിന് 4 സഹോദരന്മാരും സഹോദരിമാരും ഉണ്ടായിരുന്നു എഴുതിയിട്ടുണ്ട്. वहाँ पर 13वें अध्याय के 52वें आयत में लिखा हुआ है कि प्रभु यीशु मसीह को 4 भाई और बहनें थे. സഹോദരന്മാരുടെ പേര് അവിടെ എഴുതിയിട്ടുണ്ട്, സഹോദരിമാരുടെ പേര് അവിടെ കാണുവാൻ കഴിയുന്നില്ല. भाई लोगों के नाम वहाँ पर व्यक्ति रूप से लिखा हुआ है, लेकिन बहनों के बारे में नहीं लिखा हुआ है. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ സഹോദരനായിരിക്കുന്ന യഹൂദയാണ് ഈ അധ്യായം എഴുതിയത്. प्रभु यीशु मसीह के जो भाई है यहूदा ने ये पत्री लिखी है. യേശു ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അവന്റെ സഹോദരന്മാർ യേശുവിൽ വിശ്വസിച്ചിരുന്നില്ല. जब प्रभु यीशु मसीह इस दुनिया पर जीवित थे उस समय उनके भाई लोगों ने प्रभु यीशु मसीह पर विश्वास नहीं किया. എന്നാൽ പിന്നീട് യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം സഹോദരന്മാർക്ക് പ്രത്യക്ഷമാകുകയും അവർ യേശുവിൽ വിശ്വസിക്കുകയും ചെയ്യുവാനിടയായി തീർന്നു. लेकिन प्रभु यीशु मसीह के पुनर्जन्म के पश्चात प्रभु यीशु मसीह उनके सामने प्रत्यक्ष हुए, उसके बाद उन्होंने प्रभु यीशु मसीह पर विश्वास किया. യേശുവിന്റെ സഹോദരന്മാർ 2 പേര് തിരുവചനത്തിൽ ലേഖനം എഴുതിയതായിട്ട് കാണുവാൻ കഴിയും. प्रभु यीशु मसीह के 2 भाई लोगों ने यहाँ पर पत्री लिखी है, ऐसा हम वचन में देख सकते हैं. അതിൽ ഒന്നാണ് യാക്കോബിന്റെ ലേഖനം, 2 നമ്മൾ വായിച്ച ഈ ലേഖനവും. उसमें से एक है याकूब की पत्री और दूसरा जो अभी हमने पढ़ा यहूदा की पत्री. ഈ ലേഖനം എഴുതിയിരിക്കുന്നത് വിശ്വാസികൾക്ക് വേണ്ടിയാണ്. ये जो पत्री लिखी गई है विश्वासी लोगों के लिए लिखी गई है. ഇത് ചെറിയൊരു അധ്യായമാണ്, കേവലം 25 വാക്യങ്ങൾ മാത്രമേ ഇതിലുള്ളൂ എങ്കിലും ये छोटा सा एक अध्याय है, इसमें 25 आयत है, लेकिन फिर भी മുഴു തിരുവചനത്തെയും നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുവാൻ തക്കണം ഇടയായി തീരും. लेकिन पूरी पत्री के बारे में इस वाक्य से हम पढ़ सकते हैं. ഈ ലേഖനം എഴുതിയത് ഞാൻ പറഞ്ഞു ഇത് വിശ്വാസികൾക്ക് വേണ്ടി എഴുതിയ ലേഖനമാണ്. जिस प्रकार मैंने बताया ये जो पत्री है ये विश्वासी लोगों के लिए लिखा है. അതിന്റെ ഒന്നാമത്തെ വാക്യങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ उसका पहले आयत की जब हम आएंगे വിശ്വാസികളുടെ ചില സവിശേഷതകൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. വിശ്വാസികളെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ അവിടെ കാണുവാൻ കഴിയും. वहाँ पर विश्वासी लोगों के बारे में कुछ बातों के बारे में बताया गया है. ഒന്നേ വിശ്വാസികൾ ഒന്നാമത്തെ വാക്യത്തിൽ കാണും പിതാവായ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരാണ്. വിശ്വാസികൾ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരാണ്. यहाँ पर जो पहले आयत में लिखा हुआ है कि उन बुलाए हुओं के नाम जो परमेश्वर पिता प्रिय और यीशु मसीह के लिए सुरक्षित है. നാം ദൈവത്തെ അല്ല സ്നേഹിച്ചത്, ദൈവം നമ്മെ സ്നേഹിച്ചത് കൊണ്ടാണ് നാം ദൈവത്തെ സ്നേഹിക്കുന്നത്. पिता ने हमसे प्रेम किया, इसीलिए हम पिता से प्रेम रखते हैं. ദൈവവചനം നമ്മൾ പഠിക്കുമ്പോൾ जब हम परमेश्वर का वचन पढ़ते हैं, പാപികളും ദോഷികളുമായിരുന്നപ്പോൾ ദൈവം നമ്മെ സ്നേഹിച്ചു. जब हम पापी और दोषी थे तब प्रभु ने हमसे प्रेम എന്ന് किया. പറഞ്ഞാൽ ദൈവമക്കൾ അല്ലാതിരുന്നപ്പോൾ തന്നെ ദൈവം നമ്മെ സ്നേഹിക്കുവാനിടയായി തീർന്നു. इसका मतलब कि हम लोग जब प्रभु यीशु मसीह के बच्चे नहीं थे उससे पहले प्रभु ने हमसे प्रेम किया. 1 യോഹന്നാൻ 3:1 നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയും. पहले यूहन्ना किताब 3 अध्याय के पहले आयत में वहाँ लिखा हुआ है നാം ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവായ ദൈവം എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. हमें अपने आप को प्रभु परमेश्वर का बच्चे कहने के लिए प्रभु ने हमसे कितना प्रेम किया. അപ്പോൾ ദൈവത്തിന്റെ മക്കൾ എന്ന് നമ്മൾ വിളിക്കപ്പെടുവാൻ വേണ്ടി प्रभु के बच्चे हम लोग को कहलाने के लिए പിതാവായ ദൈവം നമ്മെ സ്നേഹിച്ചു. पिता प्रभु ने हमसे प्रेम किया. അപ്പോൾ നാം ദൈവമക്കളായി തീരുന്നതിന് മുമ്പുള്ള സ്നേഹത്തെ കുറിച്ചാണ് അവിടെ പറയുന്നത്. जब हम लोग प्रभु यीशु मसीह के बच्चे होने से पहले के बारे में यहाँ बताया गया है. അപ്പോൾ ദൈവമക്കളായി തീരുന്നതിന് മുമ്പേ ദൈവം നമ്മെ സ്നേഹിച്ചു. जब हम परमेश्वर के बच्चे होने से पहले प्रभु ने हमसे प्रेम किया है. 1 യോഹന്നാൻ 4:10 വാക്യം തൊട്ട് നമ്മൾ വായിക്കുമ്പോൾ पहला यूहन्ना किताब 4 अध्याय उसका 10वां आयत से जब नीचे पढ़ेंगे 1 യോഹന്നാൻ 4:10 തൊട്ട് വായിച്ചാട്ട് മലയാളത്തിലും ഹിന്ദിയിലും അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഹിന്ദിയിൽ വായിച്ചു. पहला यूहन्ना किताब 4 अध्याय उसका 10वां आयत, प्रेम इसमें नहीं कि हमने परमेश्वर से प्रेम किया, पर इसमें है कि उसने हमसे प्रेम किया
और हमारे पापों के प्रायश्चित के लिए अपने पुत्र को भेजा। അവിടെ എഴുതിയിരിക്കുന്നു നാം ദൈവത്തെ സ്നേഹിച്ചതല്ല അവൻ നമ്മെ സ്നേഹിച്ചെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. वहाँ पर लिखा हुआ है कि हमने परमेश्वर से प्रेम नहीं किया बल्कि परमेश्वर ने हमसे प्रेम किया है। അതിനുവേണ്ടി തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾ നിമിത്തം ഈ ലോകത്തിലേക്ക് അയക്കുവാനും ക്രൂശിൽ മരിക്കുവാനും ഇടയാക്കി തീർത്തു. वहाँ पर लिखा हुआ है कि उसने हमारे पापों के प्रायश्चित के लिए प्रभु को इस दुनिया पर भेजा और क्रूस पर बलिदान किया। അപ്പോൾ നമ്മൾ ദൈവമക്കളായി തീരുന്നതിന് മുമ്പേ ദൈവ സ്നേഹം നമ്മിൽ വെളിപ്പെടുവാനിടയായി തീർന്നു. इसका मतलब है कि हम लोग परमेश्वर के बच्चे होने से पहले प्रभु का जो प्रेम है हमारे ऊपर प्रकट हुआ। തിരുവചനത്തിൽ ദൈവം നമ്മെ സ്നേഹിക്കുന്നുവെന്ന് പല അധ്യായങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. पवित्र वचन में लिखा हो कई जगह पर लिखा हुआ कि प्रभु परमेश्वर ने हमसे प्रेम किया है। എഫേസ്യർ 2:4 നമ്മൾ വായിക്കുന്നത് एफिसों किताब 2 अध्याय 4 आयत में കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം करुणा से भरपूर प्रभु यीशु मसीह ने जो हमसे प्रेम किया उसके निमित्त। വെളിപ്പാട് 1:6 കാണുവാൻ കഴിയും നമ്മെ സ്നേഹിക്കുന്നവനായ നമ്മുടെ ദൈവത്തെ കുറിച്ച്. प्रकाशितवादी बाकी पहला किताब में भी लिखा हुआ है कि प्रभु यीशु मसीह ने हमसे प्रेम അപ്പോൾ നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. इसका मतलब है कि हमें प्रेम करने वाला एक प्रभु है। ലോകത്തിൽ നമുക്ക് കാര്യമില്ലെന്ന് തോന്നിയാലും നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. जब हमें लगेगा कि इस दुनिया में हमारा कोई नहीं है लेकिन उसके बावजूद भी हमें प्रेम करने वाला प्रभु കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാൻ അത് വിശദമാക്കുന്നില്ല. हमारे प्रभु के प्रेम के बारे में हम सबको पता है इसलिए मैं उसके बारे में ज़्यादा चर्चा नहीं करना चाहता। ദൈവമക്കളാകുന്ന നാം ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരാണ്. पहली बात है कि प्रभु यीशु मसीह के द्वारा हमें प्रेम करना है। രണ്ട് യേശു ക്രിസ്തുവിനായി പിതാവാൻ ദൈവം നമ്മെ സൂക്ഷിച്ചിരിക്കുകയാണ്. प्रभु यीशु मसीह के निमित्त प्रभु परमेश्वर ने हमें संभालता। യേശു ക്രിസ്തുവിനായിട്ടാണ് നമ്മെ ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. प्रभु यीशु मसीह के द्वारा ही हम अपने आप को संभाले यहाँ रखे हुए हैं। നമ്മൾ വായിച്ച യൂദയുടെ ലേഖനം 24 വാക്യത്തിൽ കാണുവാൻ കഴിയുന്നു. आज हम जो वचन पढ़ा है यूदा की किताब पहला अध्याय उसके 24 में पढ़ते हैं। വീഴാതെ നിങ്ങളെ സൂക്ഷിച്ചതിന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരെ ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന് തന്നെ എന്നവിടെ കാണുവാൻ കഴിയുന്നു. वहाँ पर लिखा है कि अब जो तुम्हें ठोकर खाने से बचा सकता है और अपनी महिमा की भरपूरी के सामने मगन और निर्दोष खड़ा कर सकता है उस अद्वितीय परमेश्वर हमारा उद्धार करता है कि महिमा और गौरव और पराक्रम अधिकार हमारे प्रभु यीशु मसीह के द्वारा ही होता है। യേശു ക്രിസ്തുവിനായിട്ടാണ് നമ്മെ ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. प्रभु यीशु मसीह के निमित्त ही हमें यहाँ पर प्रभु അപ്പോൾ നമ്മൾ ആരുടെ വകയാണ്? നമ്മൾ യേശു ക്രിസ്തുവിന്റെ വകയാണ്. इसका मतलब हम किसकी वस्तु है? हम प्रभु यीशु मसीह की वस्तु है। നമുക്കറിയാം സഭ എന്ന് പറയുന്നത് ദൈവമക്കൾ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ മണവാട്ടിയാണ്, കാന്തയാണ്. हम सब जानते हैं कि प्रभु यीशु मसीह के जो लोग हैं वो हमारी चर्च ही हम खुद है। അതിനുവേണ്ടിയാണ് യേശു ജീവൻ തന്ന് നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത്. इसलिए प्रभु यीशु मसीह ने अपना जीवन देकर हमें उद्धार प्रदान किया। അതുകൊണ്ട് നമ്മെ വീഴാതെ നമ്മുടെ രക്ഷയിൽ നിന്ന് അല്ലെങ്കിൽ വിശ്വാസത്തിൽ വീണു പോകാതെ ദൈവം നമ്മെ സൂക്ഷിച്ചുകൊള്ളും. इसलिए प्रभु यीशु मसीह हम विश्वास में ना गिरते हुए हमें समा कर रखते हैं। ഒരിക്കൽ ഞാൻ പറഞ്ഞതാണ് യഥാർത്ഥമായ ദൈവിക സൂക്ഷിപ്പ് എന്താണെന്ന് ഞാൻ പറഞ്ഞതാണ്. एक बार उन्होंने बताया कि यथार्थ रूप से परमेश्वर हमें कैसे संभालता ഈ है। ലോകത്തെ ചില അപകടങ്ങളിൽ നിന്നോ അനർത്ഥങ്ങളിൽ നിന്നോ രോഗത്തിൽ നിന്നോ വിടുവിക്കുന്നതല്ല യഥാർത്ഥ സൂക്ഷിപ്പ് എന്ന് പറയുന്നത്. जो यथार्थ रूप से संभालना है वो इस दुनिया की जो दुर्घटना है मुसीबत से बचाना नहीं है। ഇതിൽ നല്ല ദൈവം നമ്മെ വിടുവിക്കും. इन सबसे प्रभु हमें छुटकारा तो देगा। അപ്പോൾ രോഗങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ ദൈവം വിടുവിക്കുമെന്നുള്ള വിശ്വാസം നമ്മുടെ അകത്തുണ്ടായിരിക്കണം. इसलिए जब हमारे जीवन में कई प्रकार की मुसीबत परेशानियां रोग आए तो प्रभु हमें छुड़ाएगा ऐसा विश्वास होना चाहिए। ഭൗതികമായ വിഷയത്തിന് വേണ്ടി വിഷയങ്ങളുടെ മേലുള്ള സൂക്ഷിപ്പല്ല നമുക്ക് ലഭിക്കുന്നത്. हमारे जीवन में आने वाली भौतिक वस्तुओं की जो संभालना है वो नहीं है। ഈ ദുഷ്ടത ഇറങ്ങി ലോകത്തിൽ നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതെ, ये दुष्ट दुनिया में हमारा विश्वास नष्ट ना हो, പ്രതികൂലമാകുന്ന സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ വിശ്വാസം നഷ്ടപ്പെടാവുന്ന അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. कई प्रकार की ऐसी अवस्था हमारे जीवन में आएगी जब हमारा विश्वास नष्ट हो सकता है। വിശ്വാസത്തിന്റെ പരിശോധന കടന്നു വരുമ്പോൾ വിശ്വാസം നഷ്ടമാകുവാൻ സാധ്യതയുണ്ട്. जब ये विश्वास हमारा नष्ट होने के से प्रतिशोध होने की अवस्था आएगी तब हमारा विश्वास को संभाल के रखना है। അവിടെ നമ്മെ കാത്തു സൂക്ഷിക്കുന്നവനാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. वहाँ भी हमारा परमेश्वर हमें संभालता है, वही हमारा प्रभु परमेश्वर। വിശ്വാസത്തിന്റെ പരിശോധന എബ്രായ ബാലന്മാരുടെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ, जब विश्वास की जो शोधना है वो इब्राहिम के जीवन में भी आया था। അവിടെ ദൈവം തന്റെ ഭക്തന്മാരെ സൂക്ഷിച്ചതുപോലെ जिस प्रकार परमेश्वर ने अपने भक्तों की वहाँ सहायता किया, ഏത് പ്രതികൂലങ്ങളും പ്രയാസങ്ങളും വിശ്വാസ ജീവിതത്തിനെതിരെ കടന്നു വരുമ്പോൾ कितनी प्रकार की प्रतिकूल स्थिति या अविश्वास हमारे जीवन में आएंगे, നമ്മളെ വിശ്വാസത്തിൽ തകർത്ത് കളയുവാൻ പിശാച് വളരെയധികം പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം എന്ന് പറയുന്നത്. हमारा विश्वास को समाप्त करने के लिए शैतान कई प्रकार की कोशिश करेगा। ऐसी दुनिया में हम जीते വചനം हैं। പറയുന്ന കഴിയുമെങ്കിൽ വിശുദ്ധന്മാർ
ദൂതന്മാരെ കൂടെ തെറ്റിച്ചുകളെ ശത്രു മുഴു ശക്തിയോടെ പോരാടുന്ന കാലഘട്ടമാണ്. वहाँ पर लिखा हुआ है कि विशुद्ध लोगों का विश्वास विनाश करने के लिए शैतान कोशिश करेगा. എന്നാൽ നമ്മൾ ദൈവത്തെ മുറുകെ പിടിക്കുക, വിശ്വാസത്തിൽ നിന്ന് വീണു പോകുവാൻ ദൈവം സമ്മതിക്കത്തില്ല. लेकिन हम प्रभु परमेश्वर को थाम के रहे, उसको पकड़े रहे, तो हम विश्वास से हम ഈ नहीं. ഉറപ്പും ധൈര്യം ഓരോ ദൈവഭക്തന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. जब ये धैर्य और विश्वास हर एक विश्वासी को भाई के जीवन में होना चाहिए. ആ പൗലോസ് പറയുന്നത് വിശ്വാസത്തിൽ നിന്ന് അകറ്റുവാൻ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ലെന്നാണ് പറയുന്നത്. प्रेरित पौलुस कहता है कि विश्वास में किसी भी दुनिया की ताकत मुझसे अलग नहीं कर ഈ सकती. ഉറപ്പും ധൈര്യവും ദൈവമക്കളാകുന്ന നമ്മുടെ ജീവിതത്തിലും ഉണ്ടായിരിക്കണം. इस प्रकार का विश्वास या धैर्य हम लोगों के जीवन में होना चाहिए. പരീക്ഷകളും പരിശോധനകളും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ कई प्रकार की परीक्षा या प्रतिशोध हमारे जीवन में आएगी. എന്തെല്ലാം പരിശോധന വന്നാലും ഞാൻ വിശ്വാസത്തിൽ വീണു പോകയില്ലെന്ന ആ ഉറപ്പ് ദൈവമക്കളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. कितनी प्रकार के परिशोध हमारे जीवन में, लेकिन हम विश्वास में डगमगाए नहीं, ऐसा हमारा विश्वास होना चाहिए. ഏത് പ്രതികൂലത്തിലും ദൈവം നമ്മെ നിലനിർത്തും. किसी प्रकार की प्रतिकूल की स्थितियों में परमेश्वर हमें खड़ा ഏത് रखेगा. അത് പരിശോധനകളെ സഹിക്കുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ കൃപ തരും. मुसीबत सहने का एक कष्ट उठाने का धैर्य प्रभु हमें അപ്പോൾ देगा. തന്നെ വചനം നമ്മൾ പഠിക്കുമ്പോൾ വിശ്വാസത്തിന് പരിശോധനകളുണ്ട്. जब हम वचन पढ़ते हैं तो हमारे जीवन में कई प्रकार की परेशानी आ सकती है. അപ്പോൾ വിശ്വാസത്തെ ദൈവം പരിശോധിക്കുമെന്ന് ദൈവമക്കൾ മറന്നു പോകരുത്. प्रभु परमेश्वर में विश्वास हमारा शोधना करेगा, ऐसा लिखा हुआ है. നമ്മൾ ഉൽപ്പത്തി പുസ്തകം പഠിക്കുമ്പോൾ ദൈവം അബ്രഹാമിനെ പരീക്ഷിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. उत्पत्ति किताब पढ़े तो वहाँ पर लिखा हुआ है कि परमेश्वर ने इब्राहिम की परीक्षा ली. എന്നാൽ ദൈവമക്കൾ ഒരു കാര്യം മനസ്സിലാക്കുക, ദോഷത്തിനായി ദൈവം തന്റെ ജനത്തെ പരീക്ഷിക്കുകയില്ല. लेकिन परमेश्वर के लोग एक बात हमेशा ध्यान रखें कि दोष के लिए प्रभु अपने लोगों की परीक्षा नहीं लेगा. അപ്പോൾ അബ്രഹാമിന്റെ ജീവിതത്തിൽ പരിശോധന കടന്നു വന്നു. जब इब्राहिम के जीवन में इस प्रकार की मुसीबत की स्थिति आई, ദൈവം പറയും, അബ്രഹാമേ, നീ സ്നേഹിക്കുന്ന ഏക മകനെ നീ മോറിയ മലയിൽ കൊണ്ടുപോയി യാഗം കഴിക്കണം. वहाँ पर परमेश्वर ने इब्राहिम से कहा कि इब्राहिम, आप जिस वस्तु को सबसे ज्यादा प्रेम करते हैं, आपके इकलौते पुत्र को लेकर बलि चढ़ा. ദൈവം പേരെടുത്തു പറഞ്ഞു, ഈ സഹാക്കിനെ തന്നെ യാഗം കഴിക്കണം. परमेश्वर ने नाम लेकर बुलाया कि इसहाक को ही बलि देना है. നീണ്ട 25 വർഷത്തെ വാഗ്ദത്തങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ലഭിച്ചതായിരിക്കുന്ന ഒരു മകൻ. 25 साल के बाद जो उनको जो बेटा हुआ था, ദൈവം പറഞ്ഞു, നിന്റെ മകനെ മോറിയ മലയിൽ കൊണ്ടുപോയി യാഗം കഴിക്കണം. परमेश्वर ने कहा कि जो मोरिया पर्वत है वहां पर जाकर आपके इकलौते पुत्र को बलिदान दो. അപ്പോൾ വിശ്വാസമകത്തുള്ള ഒരു വിശ്വാസിക്ക് മാത്രമേ, ഒരു ഭക്തന് മാത്രമേ പരീക്ഷകളെ ജയിക്കുവാൻ അല്ല പരിശോധനകളിൽ നിലനിൽക്കുവാൻ കഴിയുകയുള്ളൂ. इसलिए जब प्रभु यीशु मसीह का प्रभु का जो विश्वास, जिस विश्वासी के जीवन में ऐसा व्यक्ति है, ऐसे परिश्रम स्थिर. അബ്രഹാമിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നവൻ വിശ്വാസികളുടെ പിതാവെന്നാണ് അബ്രഹാമിനെ കുറിച്ച് വചനം പഠിപ്പിക്കുന്നത്. अब्राहम के बारे में हमें वचन पढ़ाते कि वो विश्वासी लोगों का पिता है. അബ്രഹാമിന് പൂർണ്ണ വിശ്വാസം ദൈവത്തിൽ ഉണ്ടായിരുന്നു. अब्राहम को पूर्ण विश्वास प्रभु पर था. ദൈവത്തിന്റെ വാഗ്ദത്തം അബ്രഹാമിന്റെ ജീവിതത്തിൽ കിടക്കുകയാണ്. प्रभु परमेश्वर का जो वाचा है वो इब्राहिम के जीवन में बसा हुआ है. നിന്റെ സന്തതി ഇസ്ഹാക്കിനെ തന്നെ ഞാൻ വലിയ ജാതിയാക്കുമെന്നുള്ള വാഗ്ദത്തം അബ്രഹാമിന്റെ ജീവിതത്തിൽ കിടപ്പുണ്ട്. इब्राहिम के जीवन में इसी के वाचा प्रभु की थी कि इसहाक से मैं एक बहुत बड़ी ആ जाति बनाऊंगा. വാഗ്ദത്തം അകത്ത് കിടക്കുമ്പോൾ തന്നെയാണ് ദൈവം പറയുന്നത്, ഇസ്ഹാക്കിനെ യാഗം കഴിക്കുക. जब ये वाचा उसके जीवन में पड़ा था, उस समय भी परमेश्वर कहता है कि इसहाक को तू बलि चढ़ा. അബ്രഹാമിന്റെ വിശ്വാസം വളരെ വലുതായിരുന്നു. जी, इब्राहिम का विश्वास वो काफी बड़ा था. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. इब्राहिम जो वो प्रभु पर विश्वास किया. എന്താണ് അബ്രഹാം വിശ്വസിച്ചത്? इब्राहिम ने क्या विश्वास किया? ഞാൻ സേവിക്കുന്ന ആരാധിക്കുന്ന എന്റെ ദൈവം മരിച്ചവരെ എഴുന്നേൽപ്പിക്കുന്നവനാണ്. जिस प्रभु परमेश्वर की मैं सेवा करता हूँ, वो प्रभु परमेश्वर मरे हुए में से जिलाने वाला परमेश्वर. ദൈവമക്കളെ, ഉറപ്പും ധൈര്യവുമുള്ള വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. परमेश्वर के लोगों, हमारे जीवन में जो एक धैर्य और एक विश्वास होना है. അത് പരിശോധനകളുടെ കാറ്റുകൾ ജീവിതം അടയ്ക്കുമ്പോൾ അവിടെ ഒന്നും നമ്മൾ തളർന്ന് ക്ഷീണിച്ചു പോകരുത്. कई प्रकार की परिशोध की स्थिति हमारे जीवन में आएगी, तब हमें वहां से हटना नहीं है. വിശ്വാസത്തിൽ ഉറച്ചു നിന്നാൽ അവിടെ ഒരു ദൈവ പ്രവൃത്തി കാണുവാൻ കഴിയും. विश्वास में जब हम स्थिर रहेंगे, तब प्रभु हमारे जीवन में काम करेगा. ദൈവത്തിന്റെ വാക്ക് അബ്രഹാം അതേപോലെ അംഗീകരിച്ചു. परमेश्वर की जो बात है अब्राहम ने वैसे ही मान लिया.
അബ്രഹാം ഇസ്ഹാക്കിനെ കൊണ്ട് മോറിയ മലയിലേക്ക് കടന്നു പോകുകയാണ്. अब्राहम ईसा के साथ उस मोरिया पर्वत की ओर जा रहा है. എന്നാൽ കൊരിന്ത്യ ലേഖനം 10-ാം അധ്യായത്തിൽ ഒരു വാക്യം നമുക്ക് കാണുവാൻ കഴിയും. कोरिन्थियों की किताब 10वां आयत में एक वाक्य लिखा हुआ है. പരീക്ഷ മാത്രമല്ല, പരീക്ഷയോടുകൂടെ അതിന്റെ മറുപടി അല്ല നീക്കുപോക്ക് ദൈവം നൽകി തരുമെന്ന് നമ്മുടെ കാണുവാൻ കഴിയും. वहां पर लिखा है कि प्रभु सिर्फ परीक्षा नहीं बल्कि परीक्षा से छुटकारा देने के बारे में भी बताता है. അപ്പോൾ പരീക്ഷകളും പരിശോധനകളും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ इसलिए जब कई प्रकार की परीक्षा या परिशोधना हमारे जीवन में നമ്മുടെ आएंगी, വിശ്വാസത്തിന്റെ കണ്ണുകൊണ്ട് നോക്കുവാൻ കഴിയുമെങ്കിൽ हम विश्वास की यदि आंखों से देख सकते हैं तो ആ ദൈവം നമ്മുടേതായ പരീക്ഷകൾക്ക് മറുപടി അല്ലെങ്കിൽ ഉത്തരം ദൈവം കരുതി വെച്ചിരിക്കുകയാണ്. प्रभु हमारे उस परीक्षा या प्रतिशोध के बीच में उसका जो आंसर भी परमेश्वर उत्तर भी उसके लिए देता है. അബ്രഹാം മോറിയയുടേതായിരിക്കുന്ന പടി അല്ലെങ്കിൽ ആ മല കയറി കയറി കടന്നു പോകുമ്പോൾ जब अब्राहम जो है उस मोरिया पर्वत की एक एक उसको ऊपर चढ़ रहा है, മറു സൈഡിൽ ഇസ്ഹാക്കിന് വേണ്ടി ഒരു ആട്ടിൻകുട്ടിയെ ദൈവം കരുതിയിട്ടുണ്ടായിരുന്നു. वहां पर प्रभु परमेश्वर ने इसहाक के बदले एक मेमने को वहां चुनकर रखा. അതാണ് കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് പറയുന്ന പരീക്ഷയും അതിനോടുകൂടെ നീക്കുപോക്കുകളും ദൈവം കൽപ്പിക്കും. उसी के बारे में प्रेरित पौलुस कोरिन्थियों की किताब में लिखा है कि प्रभु परमेश्वर उसका जो उत्तर भी बचा कर रखा है. അതുകൊണ്ട് ദൈവവചനം കേൾക്കുന്ന ദൈവമക്കളെ, इसलिए परमेश्वर वचन सुनने वाले परमेश्वर के लोग ഏത് പരീക്ഷകളും പരിശോധനകളും നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നാലും അതിനപ്പുറമായിട്ട് അതിന്റെ ഉത്തരം ദൈവം കരുതിയിട്ടുണ്ട്. इसलिए परमेश्वर के लोग कितनी प्रकार की विपत्तियां परेशानी आपके जीवन में हो, लेकिन उसका उत्तर प्रभु यीशु मसीह बचा कर रखता है. എബ്രായ ലേഖനം 11-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ इब्रानियों की किताब 11वां अध्याय जब हम पढ़ते हैं, ഇസ്ഹാക്കിനെ യാഗം കഴിച്ചെന്ന് തന്നെയാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. वहां पर लिखा हुआ है कि इब्राहिम ने इसहाक का ही बलिदान दिया है. അത് വിശ്വാസത്താൽ നടന്ന കാര്യമാണ്. वो विश्वास के द्वारा हुई हुई बातें हैं. എന്നിട്ട് അപ്രകാരം മരിച്ചവർ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നതിനെ പോലെ ഇസ്ഹാക്കിനെ തിരികെ പ്രാപിച്ചു. लेकिन मरे हुए के बीच में से जीवन देने वाले के समान प्रभु ने इसहाक को वापस दे दिया. അപ്പോൾ അബ്രഹാമിനെ പോലെ ദൈവത്തിൽ നമ്മൾ വിശ്വാസമുള്ളവരായിരിക്കുക. इसलिए इब्राहिम के समान हम सबको भी प्रभु में विश्वास होना चाहिए. ഞാൻ പറഞ്ഞ വിശ്വാസത്തിന്റെ പരീക്ഷകളും പരിശോധനകളും ജീവിതത്തിൽ കടന്നു വരും. मैंने कहा कई प्रकार की परेशानी हमारे विश्वास के जीवन में आ सकता है. അത് മാത്രമല്ല, വിശ്വാസത്തിന് വേണ്ടി നമ്മൾ പോരാടണം, യുദ്ധം ചെയ്യണം. यही नहीं, विश्वास के लिए हमें एक युद्ध लड़ना है. പൗലോസ് പറയുകയാണ്, प्रेरित पौलुस कहता है ഞാൻ വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതു. कि मैंने विश्वास की बहुत बड़ी दौड़ लगा ली है. പൗലോസിന്റെ ജീവിതം നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ, अर्थात हम प्रेरित पौलुस के विश्वास जब जीवन की हम परिशोधना करते हैं, വിശ്വാസ അനേക പരീക്ഷകളും പരിശോധനകളും പൗലോസിന്റെ ജീവിതത്തിൽ കടന്നു വന്നു. प्रेरित पौलुस के जीवन में कई प्रकार की तकलीफें परेशानी आई थी. അവിടെ ഒന്നും പൗലോസ് തോറ്റുപോയില്ല. वहां पर कहीं भी प्रेरित पौलुस हारा नहीं. തന്റെ മുമ്പുള്ള വിശ്വാസത്തിന്റെ ഓട്ടം ഓടി തീർക്കുവാൻ ദൈവഭക്തന്റെ ജീവിതത്തിൽ ഇടയാക്കി തീർത്തു. उसके जीवन में विश्वास से अच्छी दौड़ लगाने के लिए प्रभु ने सहायता किया. ദൈവമക്കളെ, ദൈവം നമ്മെ ചിലപ്പോൾ പരീക്ഷിച്ചെന്നിരിക്കും. परमेश्वर के लोग कई बार प्रभु हमारी परीक्षा ले सकता है. അപ്പോൾ യോബിനെ പോലെ നമ്മൾ ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കുക. उस समय अय्यूब के समान हमें धैर्य के साथ रहना है. യോബിനെ പരീക്ഷിക്കുവാൻ പരിശോധിക്കുവാൻ ദൈവം സാത്താന്റെ കരങ്ങളിൽ വിട്ടുകൊടുക്കുവാൻ ഇടയായി തീർന്നു. योग की परीक्षा लेने के लिए प्रभु ने उसको शैतान के हाथ में दे दिया. ഞാൻ നേരത്തെ പറഞ്ഞ പരീക്ഷയും അതിനോടുകൂടെ പോക്ക് വഴികൾ അല്ലെങ്കിൽ അതിന്റെ ഉത്തരങ്ങൾ ദൈവം കരുതി വെച്ചിട്ടുണ്ട്. लेकिन उसके साथ में प्रभु ने उसके लिए कई प्रकार के उत्तर उसके सामने रखे हुए हैं. പിശാച് എങ്ങനെയെല്ലാം ഭക്തനെ പരീക്ഷിച്ചിട്ടും അവനെ ഇല്ലാതാക്കുവാൻ പിശാചിന് കഴിഞ്ഞിട്ടില്ല. शैतान ने कई प्रकार से कोशिश की, लेकिन विश्वास में उसको हरा नहीं सका. കാരണം ഇയ്യോബിന്റെ വിശ്വാസം വളരെ വലുതായിരുന്നു. क्योंकि जो अय्यूब का विश्वास था वो बहुत बड़ा था. ജീവിതത്തിലുള്ളതെല്ലാം നഷ്ടമായി തീർന്നു. उसके जीवन की सभी वस्तु नाश हो गई. ഒരു ദിവസം തന്നെ തന്റെ മക്കളെല്ലാം നഷ്ടമായി. एक दिन उसके जितने बच्चे थे उससे नाश हो गए. അവരുടെ ഭാര്യമാരെല്ലാം നഷ്ടമായി. उसकी जो पत्नी थी वो भी नाश हो गई. എല്ലാ സമ്പത്തുകളും നഷ്ടമായി. जितनी संपत्ति थी वो सब नाश हो തന്റെ गई. ആടും മാടും താൻ ഉണ്ടാക്കിയതെല്ലാം തന്റെ ജീവിതത്തിൽ നഷ്ടമായി. जितने भी उसके जानवर थे, जितने उसने संपत्ति सब नष्ट हो गई. തന്റെ ഭാര്യ തന്നോട് പറയുന്നു, ദൈവത്തെ തള്ളി പറഞ്ഞിട്ട് നീ മരിച്ചു കളക. उसकी पत्नी अय्यूब से कह रही है कि तू अपने परमेश्वर को विरुद्ध बोलकर मर जा. യോബിന് അനുകൂലമായിട്ട് ലോകത്തിൽ ആരുമില്ല. अय्यूब के अनुकूल इस दुनिया में कोई भी नहीं അത് था. മാത്രമല്ല, ശരീരമെല്ലാ രോഗങ്ങളാൽ അണുക്കളാൽ പരുക്കളാൽ നിറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. अय्यूब के शरीर में कई प्रकार की विपत्तियां, कई प्रकार के कीटाणु हो गए. അത് വേദന പോലെ സഹിക്കുവാൻ കഴിയാത്ത അവസ്ഥകൾ ഭക്തന്റെ ജീവിതത്തിൽ കടന്നു വന്നു. उसके जीवन में ऐसी सिचुएशन है कि वो दर्द भी नहीं सह सकता. അവിടെ ദൈവത്തോടുള്ള ഭക്തി, അവന്റെ വിശ്വാസത്തെ അവൻ മുറുകെ പിടിക്കുകയാണ്. लेकिन वहां भी प्रभु के जो विश्वास उसको वो जोर कर पकड़ रहा है. യോബിന്റെ പുസ്തകം 19-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ
अय्यूब की किताब 19वां आयत हम पढ़े तो അയ്യോ പറയുന്ന എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്ന അവൻ ഒടുവിൽ പൊടിമേ നിൽക്കുമെന്ന് ഞാൻ അറിയുന്നു. वहाँ पर अय्यूब इस प्रकार कहता है कि जब तक मेरा बचाने वाला जीवित है तब तक मेरा कोई कुछ नहीं ഇതാണ് कर ഒരു सकता. ഭക്തന്റെ വിശ്വാസം അല്ലെങ്കിൽ പ്രത്യാശ എന്ന് പറയുന്നത്. यही एक विश्वासी का जो है प्रत्याशा या आशा है. യോബിനോട് പൗലോസിനോട് ചേർന്ന് പറയുവാൻ കഴിയും, ഒരു കഷ്ടതയ്ക്കും ദൈവസ്നേഹത്തിനുള്ള ദൈവത്തിലുള്ള എന്റെ വിശ്വാസം എന്നെ പിന്മാറ്റുവാൻ ആർക്കും കഴിയുകയില്ല. अय्यूब के साथ हम भी ये मिलकर कह सकते हैं कि जो प्रभु परमेश्वर के साथ है उसका कोई कुछ नहीं कर सकता. എന്നെ കേൾക്കുന്ന ദൈവത്തിലെ നമ്മുടെ ഉള്ളിൽ നമ്മുടെ ജീവിതത്തിൽ ഈ വിശ്വാസമുണ്ടോ? ദൈവ സ്നേഹത്തിൽ നിന്ന് അകറ്റുവാൻ ഒരു ശക്തികൾക്കും കഴിയത്തില്ല. मुझे सुनने वाले विश्वासी भाई लोगों, हम सबके जीवन में ऐसा विश्वास होना चाहिए कि प्रभु परमेश्वर के स्नेह से हमें कोई अलग नहीं कर सकता. അതുകൊണ്ട് വിശ്വാസത്തിന്റെ നായകനെ നോക്കി നമ്മുടെ മുമ്പിൽ ഓട്ട സ്ഥിരതയോടെ നമുക്ക് ഓടിത്തീർക്കാം. इसलिए विश्वास के उस नायक को हम देखकर हमारी विश्वास की दौड़ उसको पूरी करें. എബ്രായലേഖനം 11-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ इब्रानियों की किताब 11वां अध्याय जब हम पढ़ते വിശ്വാസ हैं, വീരന്മാരുടെ വലിയൊരു പട്ടിക നമുക്ക് അവിടെ കാണുവാൻ കഴിയും. विश्वास से जीने वाले कई लोगों के बारे में हम പഴയ लिखा हुआ है. നിയമത്തിലെ വിശ്വാസ വീരന്മാരെ കുറിച്ചാണ് അവിടെ എഴുതിയിരിക്കുന്നത്. पुराने नियम के जो विश्वासी वीरों के बारे में അത് बताया है. ഹാബേല് തുടങ്ങി യോഹന്നാൻ സ്നാപകൻ വരെയുള്ള വിശ്വാസ വീരന്മാരുടെ പട്ടിക പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുകയാണ്. हाबेल से लेकर यूहन्ना विश्वासी तक वहाँ लिखा हुआ है. അതുകൊണ്ടാണ് 12:1 പൗലോസ് പറയുന്നത്, इसलिए 12:1 में प्रेरित पौलुस कहता है, ആ വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവർത്തി യേശുവിനെ നോക്കുക. विश्वास के जो वीर है वो प्रभु यीशु मसीह को देखें. യേശുവിനെ നോക്കി ഓടിയാൽ മാത്രമേ നമ്മുടെ വിശ്വാസത്തെ നമുക്ക് പൂർത്തീകരിക്കുവാൻ കഴിയത്തുള്ളൂ. प्रभु यीशु मसीह को देखकर दौड़ेंगे तो हमारे विश्वास को हम पूर्ति कर सकते हैं. അതുകൊണ്ട് യേശുവിന്റെ മുഖത്തേക്ക് നോക്കി ഈ കാലഘട്ടങ്ങളിൽ നമ്മുടെ ഓട്ടം നമുക്ക് ഓടിത്തീർക്കാം. इसलिए इन दोनों में हम प्रभु यीशु मसीह के मुख्य और देखकर हमारा विश्वास की എന്നെ दौड़ को पूरी കേൾക്കുന്ന करें. ദൈവത്തിലെ നമ്മുടെ ഓട്ടം തീരാറായി मैं जो सुनने वाले लोगों, प्रभु परमेश्वर लोगों, हम सबकी दौड़ पूरी होने वाली എന്ന് है. പറഞ്ഞാൽ നമ്മുടെ മരുപ്രയാണ ജീവിതം തീരാറായി. इसका मतलब कि हमारे जो कठिनता के ഈ जीवन है, ലോക खत्म होने वाला है. ജീവിതം തീരാറായി. हमारे दुनिया का जो जीवन है खत्म होने वाला है. നമുക്ക് വേണ്ടി ഒരു സ്വർഗീയ പട്ടണത്തെ കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. हमारे लिए एक अच्छा जीवन प्रभु ने स्वर्ग पर तैयार किया. അബ്രാഹാമിനെ പോലെ വിശ്വാസത്തിന്റെ കണ്ണുകളാൽ ആ സ്വർഗീയ ഭവനത്തെ കണ്ടുകൊണ്ട് നമുക്ക് ഈ ദിവസങ്ങളിലൊന്ന് മുന്നോട്ട് പോകാം. अब्राहम के समान वो स्वर्ग की ओर अपनी आंखें उठाकर हम देखें. അതെ, അതുകൊണ്ട് വിശ്വാസത്തിന്റെ നല്ല പോർ നമ്മൾ പൊരുതണം. इसलिए विश्वास का हमें एक अच्छी दौड़ दौड़ना है. പൗലോസ് പറയുന്ന പിന്നിലുള്ളതെല്ലാം മറന്നിട്ട് प्रेरित पौलुस कहता है कि हमारे पीछे की चीजों को सब भूल എന്റെ कर മുന്നിലുള്ള പരമവിളിയുടെ ബിരുദിന് വേണ്ടി ഞാൻ ലാക്കിലേക്ക് ഓടുകയാണ്. मेरे सामने जो बुलाहट है उसके लिए मैं दौड़ रहा हूँ. ഒന്നേ നമ്മൾ പിതാവാൻ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവർ, पहला जो हम प्रभु यीशु मसीह के लिए जो हमसे जो प्रेम करता है. രണ്ട് യേശു ക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടവർ, दूसरा जो प्रभु यीशु मसीह के लिए जो हम रक्षा करते हैं. മൂന്ന് നമുക്ക് കാണുവാൻ ഒന്നാമത് യൂദയുടെ ലേഖനം 1-ാം വാക്യത്തിൽ കാണുവാൻ കഴിയും, നമ്മൾ വിളിക്കപ്പെട്ടവരാണ്. उसके अलावा यहूदा की किताब पहले अध्याय पहले आयत में लिखा है कि हम लोग बुलाए हुए हैं. ഒന്ന് വായിച്ചാട്ടെ. उसको हम पढ़ेंगे. यहूदा की ओर से जो यीशु मसीह का दास याकूब का भाई है, उन बुलाए हुओं के नाम जो परमेश्वर पिता में प्रिय और यीशु मसीह के लिए सुरक्षित है. दया और शांति और प्रेम तुम्हें बहुतायत से प्राप्त होता रहे. ഈ വാക്യം വായിക്കുമ്പോൾ നമ്മൾ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ ഇവിടെ കാണുവാൻ കഴിയും. ये 3 बातें हमने पढ़ी है, यहाँ पर हम देख सकते हैं. മൂന്ന്, നമ്മൾ വിളിക്കപ്പെട്ടവരാണ്. पहले एक ही हम बुलाए हुए हैं. ആരാണ് നമ്മെ വിളിച്ചത്? हमें किसने बुलाया है? നമ്മളെ വിളിച്ചത് പിതാവാം ദൈവമാണ് നമ്മെ വിളിച്ചത്. हमें पिता परमेश्वर ने बुलाया है. എബ്രായർ 3:1 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, इब्रानी किताब 3 अध्याय उसके पहले आयत में അതുകൊണ്ട് लिखा हुआ है. വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്കോകരിക്കാരായുള്ളവരെ, इसलिए जो प्रभु में स्वर्ग की ओर से बुलाए हुए लोगों, അപ്പോൾ നമ്മെ വിളിച്ചത് ആരാണ്? സ്വർഗത്തിലെ ദൈവമാണ് നമ്മെ വിളിച്ചത്. तो हमें बुलाया किसने? स्वर्ग के परमेश्वर ने हमें बुलाया. അപ്പോൾ നമ്മുടെ അകത്തി ഉറപ്പുണ്ടായിരിക്കണം, എന്നെ വിളിച്ചത് ദൈവമാണ്. इसलिए हमारा हृदय में विश्वास होना चाहिए कि हमें जो बुलाया वो पिता परमेश्वर ഈ ने बुलाया है. ലോക ജീവിതം കഴിയുവോളം എന്നെ വിളിച്ചവൻ എന്നോട് കൂടെയുണ്ട്. ये दुनिया खत्म होने के समय तक बुलाया मेरा प्रभु परमेश्वर मेरे साथ എന്നെ है. വിളിച്ച ദൈവം എന്നെ വഴി നടത്തും. जिस परमेश्वर ने मुझे बुलाया वो मुझे चलाएगा. എന്തെല്ലാം കഷ്ടങ്ങളും നഷ്ടങ്ങളും പ്രയാസങ്ങളും ജീവിതത്തിലുണ്ടായാലും വിളിച്ച ദൈവം നമ്മെ വിട്ടു മാറുകയില്ല. कोई भी कष्ट या नष्ट हमारे जीवन में हो, लेकिन हमें बुलाया प्रभु परमेश्वर हमें नहीं നമ്മെ छोड़ेगा. വിളിച്ച ദൈവം നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. हमें बुलाया परमेश्वर हमारे लिए करने वाला परमेश्वर നാം है. വായിച്ചു, നമ്മെ വിളിച്ചത് മനുഷ്യനല്ല, നമ്മെ വിളിച്ചത് हमने यहाँ पर पढ़ा है कि मनुष्य ने हमें नहीं बुलाया है. സ്വർഗത്തിലെ ദൈവമാണ് നമ്മെ വിളിച്ചത്. അതുകൊണ്ടാണ് ഇതിനെ സ്വർഗീയ വിളി എന്ന് പറയുന്നത്. स्वर्ग के परमेश्वर ने बुलाया, इसीलिए हमें स्वर्ग की बुलाहट कहते हैं.
സ്വർഗത്തിലെ ദൈവം വിളിച്ചതിന് പല ഉദ്ദേശങ്ങളുണ്ട്. स्वर्ग का परमेश्वर ने बुलाया, उसके पीछे कई कारण हैं। അപ്പോൾ വിളിച്ച ദൈവം നമ്മോട് കൂടെയുണ്ട്. इसलिए वो बुलाया हुआ परमेश्वर हमारे साथ है। വിളിച്ചവൻ നമ്മെ കൈവിടത്തില്ല. जिसने हमें बुलाया वो हमारा हाथ नहीं ഏത് छोड़ेगा। പ്രതികൂല പ്രതിസന്ധികൾ ജീവിതത്തിൽ കടന്നു വന്നാലും ഉറച്ച വിശ്വാസമകത്തുണ്ടായിരിക്കണം. എന്നെ വിളിച്ചത് ദൈവമാണ്, അവൻ എന്നോട് കൂടെയുണ്ട്. कितनी प्रकार की प्रतिकूल स्थिति हमारे जीवन में है, लेकिन हमारे जीवन में विश्वास होना चाहिए कि जिसने हमें बुलाया वो हमारे साथ है। ഏത് ചെങ്കടല, ഏത് മരുഭൂമി, ഏത് മാറയുടെ അനുഭവങ്ങൾ ജീവിതത്തിൽ കടന്നു വരട്ടെ, किसी भी प्रकार के मरुस्थल या किसी भी प्रकार की सागर की अवस्था हमारे जीवन में है, അവിടെല്ലാം ദൈവം എനിക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കാം. लेकिन वहां सब प्रभु मेरे लिए अद्भुत कार्य करेगा, ऐसा हम विश्वास നമുക്ക് करें। മുന്നോട്ട് കടന്നു പോകുവാൻ പല തടസ്സങ്ങൾ ജീവിതത്തിന്റെ മുമ്പിൽ जब ഉണ്ടായിരിക്കാം. हम आगे बढ़ेंगे तब कई प्रकार की रुकावटें हमारे जीवन में അപ്പോൾ आ सकती हैं। ദൈവമക്കൾ അകത്ത് വിശ്വാസമുള്ളവരായിരിക്കണം. उस समय प्रभु के जो लोग हैं वो उनमें विश्वास होना चाहिए। എലീശയെ പോലെ അല്ലെങ്കിൽ ഏലിയാവിനെ പോലെ വിശ്വാസത്തിന്റെ പുതപ്പ് കൊണ്ട് ഈ ദിവസങ്ങളിൽ യോർദാനെ നമുക്ക് അടിച്ചു മാറ്റാം. एलिशा के समान या एलिया के समान विश्वास की चादर हम ओढ़े रहे। ഈ യോർദാൻ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ പ്രതികൂലങ്ങളെ, പ്രതിസന്ധികളെ, തടസ്സങ്ങളെ കാണിക്കുന്നതാണ് യോർദാൻ എന്നും ചെങ്കടൽ എന്നും പറയുന്നത്. जो यॉर्दान सागर है ये हमारे जीवन में कई प्रकार की प्रतिकूल या जो हमारे रुकावट है उसके बारे में बता। ഈ പ്രതികൂലങ്ങളെ ഭക്തന്മാർ എങ്ങനെയാണ് ജയിച്ചത്? इस प्रतिकूल या रुकावट को भक्त लोगों ने कैसे जीता? ഏലിയാവ് തന്റെ പുതപ്പ് കൊണ്ട് അടിച്ചപ്പോഴാണ് യോർദാൻ രണ്ടായിട്ടും വഴിമാറിയത്. जब एलिया ने अपने चादर से यॉर्दान के ऊपर प्रहार किया तब यॉर्दान दो भागों में बट गया। ഏലീശയും അങ്ങനെ തന്നെയാണ് ചെയ്തത്. ഏലിയാവിന്റെ മുകളിൽ നിന്ന് വീണ പുതപ്പെടുത്ത് യോർദാനെ അടിച്ച് പിളർന്നിക്കര കിടക്കുവാൻ ഇടയായി തീർന്നു. उसी प्रकार एलिशा ने भी किया, उस चादर के द्वारा जब उस यॉर्दान के ऊपर मारा दो भागों में बढ़ गया और उस यॉर्दान को पार करके गया। അപ്പോൾ ഉറച്ച വിശ്വാസം നമ്മുടെ അകത്തുണ്ടെങ്കിൽ പ്രതികൂലങ്ങൾ മുമ്പിൽ നിന്ന് മാറിപ്പോകും. इसलिए विश्वास हमारे जीवन में होगा तो हम प्रतिकूल स्थितियों का सामना कर അപ്പോൾ सकते हैं। വിളിച്ചതെന്നെ ദൈവമാണ്. इसका मतलब है कि हमें बुलाया हमारा प्रभु ने बुलाया। എന്റെ ദൈവം എന്നെ വഴി നടത്തും. मेरा प्रभु मुझे चलाएगा। എന്റെ ദൈവം എനിക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. मेरा प्रभु परमेश्वर ने मेरे लिए सब कुछ करने वाला है। ദൈവജനമായ ഇസ്രായേൽ മിസ്രയീമിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ട് जब इस्राएली लोग मिस्र से जब निकल रहे थे, 2.5 മാസം ഏകദേശം കഴിഞ്ഞപ്പോൾ करीबन 2 या 2.5 महीने के पश्चात അവർ ജീവിതത്തിൽ കൊണ്ടുവന്ന സകലതും തീരുവാനിടയായി തീർന്നു. उसके जीवन में जो लाए थे वो सब कुछ छूट ആ गया। ജോകുച്ച് ആട്ട മറ്റേ എന്ത് കൊണ്ടുവന്നതെല്ലാം അവരുടെ കയ്യിൽ തീർന്ന് കഴിക്കുവാനൊന്നുമില്ല. वो लोग मिस्र से जो भी अपने साथ खाने की चीजें लाए थे सब कुछ खत्म हो അവർ गया। മോശയോട് ചോദിക്കുന്നു, ഞങ്ങൾ എന്താണ് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത്? उस समय इसराइली लोग मूसा से पूछते हैं कि हम क्या खाएंगे, क्या पिएंगे? ദൈവമക്കളെ, എപ്പോഴാണ് ദൈവത്തിന്റെ കരുതലുകൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത്? प्रभु परमेश्वर को लोग उसी समय प्रभु यीशु मसीह की जो बातें वो हमारे जीवन प्रकट होती है। ആ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കരുതലുകളും തീർന്നു പോകുമ്പോൾ जब हमारे जीवन की सभी वस्तुएं या जो इच्छाएं खत्म हो जाती है, നമുക്ക് വേണ്ടി കരുതുന്നൊരു ദൈവമുണ്ട്. हमारे लिए करने वाले प्रभु है। നീണ്ട 40 വർഷം സ്വർഗീയ മന്നയാൽ ദൈവം തന്റെ ജനത്തെ ഭോഷിപ്പിക്കുവാനിടയായി തീർന്നു. पिछले 40 सालों में प्रभु ने अपने स्वर्गीय मन्ना के रूप में उनको चलाया। ലക്ഷോപലക്ഷം ജനത്തെയാണ് ദൈവം മരുഭൂമിയിൽ മന്നയാൽ ഭോഷിപ്പിച്ചത്. लाखों लोगों को प्रभु ने मन्ना के द्वारा उनका पेट भरा। നമ്മുടെ കലത്തിലെ മാവ് കുറയാതെ ഭരണിയിലെ എണ്ണ തീർന്നു പോകാതെ നമ്മെ വഴി നടത്തുവാൻ ദൈവശക്തനാണ്. हमारे घरों में जो आटा है या हमारे भरनी का जो तेल है उसको खत्म होने से पहले प्रभु हमें चला। അപ്പോൾ വിളിച്ച ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഒന്നുകൊണ്ടും ഭാരപ്പെടണ്ട. इसलिए प्रभु परमेश्वर ने बुलाया तो हमें किसी भी चीज से डरने की आवश्यकता ദൈവം नहीं है। യാക്കോബിനോട് പറയുന്നു, യാക്കോബേ, ഞാൻ നിന്നോട് കൂടെയുണ്ട്. प्रभु परमेश्वर याकूब से कहता है, याकूब मैं तेरे साथ हूं। എപ്പോഴാണ് ഈ ദൈവ ശബ്ദം യാക്കോബ് കേട്ടത്? कब याकूब ने परमेश्वर का शब्द सुना? അപ്പന്റെ ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പെട്ട് ബേർശേബ മരുഭൂമിയിൽ കിടന്നുറങ്ങുമ്പോൾ, ബേർശേബ മരുഭൂമിയിൽ യാക്കോബ് കിടന്നുറങ്ങുമ്പോൾ ദൈവ ശബ്ദം കേൾക്കുകയാണ്. बेरशेबा नाम की जो मरुस्थल है, जब वहां पर याकूब सो रहा था तब उसने परमेश्वर की आवाज सुना। ആ ദൈവം പറയുന്നു, യാക്കോബേ, ഞാൻ നിന്നോട് കൂടെയുണ്ട്. वहां पर परमेश्वर याकूब से कहता है कि मैं तेरे साथ ഞാൻ हूं। നിനക്ക് വേണ്ടുന്നതെല്ലാം ഞാൻ നിനക്ക് നൽകി തന്നു. तुझे जिसकी आवश्यकता है वो सब मैं तुझे നിന്റെ देगा। അപ്പന്റെ ഭവനത്തിലേക്ക് നിന്നെ മടക്കി കൊണ്ടുവരും. तेरे पिता के भवन में मैं तुझे लौटा कर लेके എന്നെ आऊंगा। കേൾക്കുന്ന ദൈവമക്കളെ, मुझे सुनने वाले परमेश्वर നമ്മുടെ के लोग, അപ്പന്റെ ഭവനത്തിൽ നമ്മൾ എത്തുമ്പോഴോ हमारे पिता के भवन में हम पहुंचने तक നിന്റെ കലത്തിലെ മാവ് കുറയാതെ, तेरे कटोरे का जो आटा നിന്റെ कम ना होगा, ഭരണിയിലെ എണ്ണ തീർന്നു പോകാതെ तेरे भरनी का तेल को खत्म ना होगा। വിശ്വസിക്കുക, ദൈവം നിന്നെ വഴി നടത്തും. विश्वास करके प्रभु तुझे आगे चलाएगा। ഏകദേശം 6-7 മാസമായി കോവിഡ് കാലഘട്ടത്തിൽ കൂടെ അനേക വിശ്വാസികൾ മുന്നോട്ട് പോകുകയാണ്. पिछले 6-7 महीने में कोविड की अवस्था में विश्वासी लोग आगे बढ़ रहे हैं। പല വിധത്തിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും സഹിക്കുന്ന അനേക ദൈവമക്കളുണ്ട്. कई परमेश्वर को लोग ऐसे जो
कई प्रकार की तकलीफ हो को सामना എന്നാൽ करना है। അവിടെ എല്ലാം അറിയപ്പെടാത്ത വഴികൾ തുറന്ന് ദൈവം തന്റെ ഭക്തന്മാരെ വഴി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. लेकिन वहाँ सब भी प्रभु परमेश्वर अपने लोगों को चला रहा है। എന്നെയും നിങ്ങളെ വിളിച്ച ദൈവം വഴിയിൽ അവൻ കൈവിടുന്ന ദൈവമല്ല. आपको और मुझे बुलाए वो परमेश्वर हमें रास्ते में छोड़ने वाला परमेश्वर नहीं है। അത് സ്വർഗത്തിലെ ദൈവമാണ് നമ്മെ വിളിച്ചത്. स्वर्ग का परमेश्वर ने हमें बुलाया है। ദൈവം നമ്മെ എന്തിനാണ് വിളിച്ചത് വചനത്തിൽ ഒത്തിരി ഇടത്ത് കാണുവാൻ കഴിയും. परमेश्वर ने हमें क्यों बुलाया इस वचन में कई जगह पर लिखा हुआ है। തന്റെ പുത്രനെ പോലെ ആയിത്തീരുവാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. प्रभु के पुत्र के समान होने के लिए എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ തേജസ്സിനും മഹത്വത്തിനും രാജ്യത്തിനും വേണ്ടിയാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. इसका मतलब प्रभु यीशु मसीह के तेजस और राज्य के लिए हमें बुलाया है। പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാൻ നമ്മെ വിളിച്ചിരിക്കുകയാണ്. प्रभु यीशु मसीह का जो महिमा है वो प्राप्त करने के लिए യേശുവിനെ പോലെ ആയിത്തീരുവാൻ നമ്മെ വിളിച്ചിരിക്കുകയാണ്. प्रभु यीशु मसीह के समान होने के लिए हमें बुलाया है। അതുകൊണ്ട് അല്പമായിരിക്കുന്ന കഷ്ടങ്ങളും പ്രയാസങ്ങളും സാരമില്ല. इसलिए कुछ समय की जो कष्ट है वो कोई बात नहीं। അതുകൊണ്ട് പൗലോസിനോട് ചേർന്ന് പറയാ പരമവിളിയുടെ വിരുദിനു വേണ്ടി ലാക്കിലേക്ക് നമുക്കോടാം. इसलिए प्रभु परमेश्वर प्रेरित पौलुस से हम के साथ हम कहें प्रभु പുറകിലുള്ളതെല്ലാം നമുക്ക് മറന്നു കളയാം. പുറകിലുള്ളതെല്ലാം നമുക്ക് മറന്നു കളയാം. जो हमारे पीछे की बात है वो सबको हम भूल जाएं। നമ്മുടെ വിളിയിൽ അനേക സ്വർഗീയ അനുഗ്രഹങ്ങൾ ദൈവം കരുതി വെച്ചിട്ടുണ്ട്. प्रभु परमेश्वर ने हमारे लिए कई प्रकार के स्वर्गीय അത് आशीष ഈ ലോകത്തിൽ നശിച്ചു പോകുന്ന ചില അനുഗ്രഹമല്ല ദൈവം നമുക്ക് നൽകി തരുന്നത്. इस दुनिया पर जो खत्म होने वाली उस प्रकार की आशीष नहीं ഒന്ന് है। പത്രോസ് 1:4 നമ്മൾ പഠിക്കുമ്പോൾ पहले पत्रस पहला और 104 ഒരിക്കലും നാശം വരാത്ത സ്വർഗീയ അനുഗ്രഹങ്ങൾ നമുക്ക് കരുതി വെച്ചിരിക്കുകയാണ്. कभी भी नाश न होने वाली स्वर्गीय आशीष प्रभु परमेश्वर ने അപ്പോൾ हमारे നമ്മുടെ रखी है। വിളിയിൽ തന്നെ നമുക്ക് വേണ്ടുന്നതെല്ലാം ദൈവം കരുതി വെച്ചിരിക്കുകയാണ്. इसलिए प्रभु यीशु मसीह ने जब बुलाया उसी समय हमें सब कुछ हमारे ഈ लिए रखा। ലോകത്തിൽ എന്തെല്ലാം വേണമെന്ന് ദൈവത്തിനറിയാം. हमें इस दुनिया में क्या क्या चाहिए प्रभु को सब ഈ पता है। ലോകത്തിന്റെ സാഹചര്യങ്ങൾ എങ്ങനെയായിരുന്നാലും ये दुनिया की जो अवस्था कैसी भी हो, വിളിച്ച ദൈവം നമ്മോട് കൂടെയുണ്ട്. लेकिन बुलाए हुआ प्रभु परमेश्वर हमारे ദൈവം साथ है। നമ്മെ കൈവിടത്തില്ല. प्रभु हमारा हाथ नहीं ഏത് छोड़ेगा। കഷ്ടങ്ങളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ദൈവം കൂടെയുണ്ട്. ഈ വിശ്വാസമകത്തുണ്ടായിരിക്കണം. कोई भी कष्ट या परेशानी या कुछ भी क्यों ना, लेकिन प्रभु परमेश्वर हमारा हाथ नहीं छोड़ेगा, ऐसा विश्वास हमारे जीवन में होना चाहिए। അതുകൊണ്ട് എപ്പോഴും നമുക്കൊരു ആത്മീയ കാഴ്ചപ്പാടുള്ളവരായിരിക്കാം. इसलिए हमेशा हमारे जीवन में एक आत्मिक विश्वास होना चाहिए അത് മാത്രമല്ല വിശ്വാസം നഷ്ടപ്പെടാതെ നമ്മൾ സൂക്ഷിച്ചു കൊള്ളണം. और साथ ही हमारा विश्वास नष्ट ना हो ऐसा हमें അനുദിനം വിശ്വാസത്തിൽ വളർന്നു വരുന്നവരായിരിക്കണം. अनुग्रह या आशीष जो है विश्वास के साथ हमारा बढ़ना है। വിശ്വാസത്തിൽ നല്ല ധൈര്യമുള്ളവരായിരിക്കണം. विश्वास में हम एक धैर्य के साथ बैठे। അതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. प्रभु हमसे यही चाहता है। അതുകൊണ്ട് ദൈവമക്കളെ കേട്ട വചനത്തെ ഒന്നുകൂടെ ധ്യാനിക്കുമ്പോൾ इसलिए जब सुने हुए वचन को एक बार फिर हम मनन करें तो ഒന്ന് നമ്മൾ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരാണ്. पहला हम प्रभु में हम प्रेम रखने वाले हैं। ദൈവത്താൽ നമ്മൾ വിളിക്കപ്പെട്ടവരാണ്. दूसरा प्रभु में हम बुलाए हुए हैं। യേശു ക്രിസ്തുവിനാൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. प्रभु यीशु मसीह के लिए हम सुरक्षित है। അതുകൊണ്ട് വിളിച്ചവനായിരിക്കുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട്. इसलिए पिता परमेश्वर जिसने हमें बुलाया നമ്മൾ है, വായിച്ച വാക്യത്തിലേക്കൊന്ന് മടങ്ങി വരാം. पढ़े हुए वचन की ओर फिर हम आए। അവിടെ ഇപ്രകാരമാണ് 17ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. वहाँ पर 17वें आयत में इस प्रकार लिखा हुआ है, നിങ്ങളോ പ്രിയരെ हे प्रियो, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർ മുൻപറഞ്ഞ വാക്കുകളെ ഓർത്തുകൊള്ളുവീൻ. तुम उन बातों को स्मरण रखो जो हमारे प्रभु यीशु मसीह के प्रेरित पहले ही कह चुके हैं। വിശുദ്ധന്മാരോട് ദൈവമക്കളോടാണ് ഈ വാക്യം ഈ വചനം പ്രബോധിപ്പിക്കുന്നത്. परमेश्वर के लोगों से यह वचन कह रहा है। അവിടെ ഒന്നുകൂടെ നമ്മൾ ശ്രദ്ധിച്ചു വായിച്ചാൽ एक बार फिर हम ध्यान से पढ़े तो 18ാമത്തെ വാക്യത്തിൽ 18वें आयत में, അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസം ഉണ്ടാകുമെന്ന് അവർ നിങ്ങളോട് പറഞ്ഞുവല്ലോ. वहाँ पर लिखा है कि वे तुमसे कहा करते थे कि पिछले दिनों में ऐसे ठट्टा करने वाले होंगे जो अपनी अभक्ति की अभिलाषा അതാണ് 17ാമത്തെ വാക്യത്തിൽ വായിച്ചത്. അപ്പോസ്തലന്മാരുടെ വാക്കുകളെ ഓർത്തുകൊള്ളണം. उसी के बारे में 17वें आयत में लिखा हुआ है कि प्रेरित लोगों की बात को तुम ध्यान रखो या स्मरण रखो। അന്ത്യകാലത്ത് അനേക സംഭവങ്ങൾ നടക്കുമെന്ന് അപ്പോസ്തലന്മാർ പറഞ്ഞിട്ടുണ്ട്. वहाँ पर लिखा है कि प्रेरित पौलुस पहले ही कह चुका है कि अंतिम दिनों में कई बातें होगी। 2 തിമോഥെയോസ് 3:1 ഇപ്രകാരം വായിക്കുന്നു. दूसरा तिमुथियुस 3 अध्याय में लिखा हुआ है। 2 തിമോഥെയോസ് 3:1 വായിച്ചേ. അവിടെ എഴുതിയിരിക്കുന്നു അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്ന് എഴുതിയിട്ടുണ്ട്.
वहाँ पर लिखा अंतिम समय में कई प्रकार की दुर्घटनाएं होगी। എന്ന് പറഞ്ഞ കഷ്ടകരമായ ക്ലേശം മനുഷ്യന് സഹിക്കുവാൻ കഴിയാത്തതായിരിക്കുന്ന ചില അവസ്ഥകൾ കടന്നു വരുമെന്നാണ് എഴുതിയിരിക്കുന്നത്. मतलब कि अंतिम दिनों में ऐसी अवस्था है कि जो कष्ट അന്ത്യകാലം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ വസിക്കുന്ന ഈ കൃപായുഗത്തിന്റെ അവസാന കാലഘട്ടത്തിൽ अंतिम दिन का मतलब कि अभी जब हम रहते हैं इस कृपा समय का आखिरी समय, അന്ത്യകാലം തുടങ്ങിയിട്ട് ഏകദേശം 2000 വർഷം കഴിഞ്ഞു. जो अंतिम समय इसको चालू हुए 2000 साल हो चुका। പെന്തക്കോസ്ത് നാൾ തൊട്ട് അന്ത്യകാലം തുടങ്ങിയതായിട്ട് ദൈവവചനത്തിൽ ഗ്രഹിക്കുവാൻ കഴിയും. बेंतिकोस समय से ही अंतिम समय चालू हो गया ऐसा परमेश्वर वचन दिखाता है। അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ प्रेरित पौलुस की दूसरी किताब में पढ़े तो അവിടെ ഉണ്ടായ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ കുറിച്ച് പലതു പറയുമ്പോൾ वहाँ पर जो परिशुद्ध आत्मा के बारे में कई बातें बताई गई है। പത്രോസ് എഴുന്നേറ്റ് എന്ന് പറയുന്നത് ഇത് അന്ത്യകാലത്ത് സംഭവിക്കേണ്ട കാര്യമാണെന്ന് യോവേൽ പ്രവാചകൻ പ്രവചിച്ചിട്ടുണ്ട്. योएल जो भविष्यता है वो अंतिम दिनों में जो होने वाली बातों के बारे में कई बातें बताया। അപ്പോൾ അന്ത്യകാലം തുടങ്ങിയിട്ട് 2020 വർഷത്തോളം ഏകദേശമായി കഴിഞ്ഞു. मतलब अंतिम जो समय उसको चालू हुए 2000 साल। അന്ത്യകാലത്തിന്റെ അവസാന ഘട്ടത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. लेकिन वो अंतिम दिनों के आखिरी क्षण में हम आ चुके हैं। എന്ന് പറഞ്ഞാൽ ഈ അന്ത്യകാലം എന്ന് പറയുന്നത് ഈ കൃപായുഗത്തെ കുറിച്ചാണ് പറയുന്നത്. अंतिम समय मतलब ये कृपा का युग इसके बारे में बताया। കൃപായുഗത്തിന്റെ അവസാന കാലഘട്ടത്തിൽ സംഭവിക്കുന്ന അനേക കാര്യങ്ങൾ തിരുവചനത്തിൽ കാണുവാൻ കഴിയും. ये कृपा युग के आखिरी क्षण में जो होने वाली कई बातों के बारे में അനേക കള്ളപ്രവാചകന്മാർ എഴുന്നേറ്റ് വരും. पहली बात ये बताया कि कई झूठे भविष्यता उठ खड़े होंगे। കള്ളപ്രവാചകന്മാരെ കൊണ്ട് നിറഞ്ഞൊരു കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മൾ വസിക്കുന്നത്. इसका मतलब कई प्रकार के झूठे भविष्यताओं के जो जमाने में हम जी रहे हैं। യഥാർത്ഥ പ്രവചനം എന്ന് പറയുന്ന ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനമാണ്. जो यथार्थ या जो सही जो भविष्य है वो प्रभु का वचन है। അതിന്റെ അർത്ഥം നല്ല പ്രവാചകന്മാരില്ലെന്നല്ല. इसका मतलब ये नहीं कि अच्छे भविष्य ദൈവത്താൽ തെരഞ്ഞെടുത്ത ദൈവത്തിന്റെ അഭിഷക്തന്മാരായ നല്ല പ്രവാചകന്മാരുണ്ട്. प्रभु यीशु मसीह के द्वारा चुने हुए कई भविष्यता भी है। എന്നാൽ അതിന്റെ ഇടയിൽ കള്ളപ്രവാചകന്മാരുമുണ്ട്. लेकिन उसके बीच में कई प्रकार के झूठे भविष्यता भी है। നല്ല പ്രവാചകനെ കള്ളപ്രവാചകനെ തിരിച്ചറിയാൻ കൃപ ലഭിച്ചവരായിരിക്കണം ദൈവജനം എന്ന് പറയുന്നത്. एक सच्चे भविष्यता झूठे भविष्यताओं के बीच का अंतर समझने वाले അത് മാത്രമല്ല കള്ള ക്രിസ്തുക്കൾ എഴുന്നേറ്റ് വരും. യേശു എന്ന് പറഞ്ഞ അനേകർ എഴുന്നേറ്റ് വരും. इन दोनों में ये भी लिखा हुआ है कि प्रभु यीशु मसीह जैसे समझने वाले कई लोग भी इस दुनिया में आएंगे। അത് അപ്പോസ്തലന്മാരുടെ കാലം തൊട്ട് ഇന്ന് വരെ അനേക കള്ള ക്രിസ്തുക്കൾ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. प्रेरित पौलुस के जमाने से कई प्रकार के अपने आप को यीशु मसीह मानने वाले लोग ഞാനാകുന്ന ക്രിസ്തു എന്ന് പറഞ്ഞ അനേകർ ലോകത്തിലേക്ക് വന്നിട്ടുണ്ട്. कई लोग ऐसे आए हुए हैं जो अपने आप को प्रभु यीशु मसीह मानते हैं। എന്നാൽ ദൈവമക്കൾ ഒരു കാര്യം മനസ്സിലാക്കണം. लेकिन परमेश्वर के लोग एक बात जाना നമ്മുടെ കർത്താവ് വന്നാൽ പിന്നെ നമ്മൾ ഈ ലോകത്തിൽ കാണത്തില്ല. लेकिन प्रभु यीशु मसीह हमारे साथ हम दुनिया में नहीं झुकेंगे। അതുകൊണ്ട് കള്ള പ്രവചനങ്ങൾ കള്ള ക്രിസ്തുക്കളുടെ വാക്ക് നമ്മൾ കേൾക്കരുത്. इसलिए जो झूठे भविष्यता है उनकी बातों पर हम विश्वास മത്തായിയുടെ സുവിശേഷം 24-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 24 നമ്മൾ വായി അവിടെ അനേക അന്ത്യകാലം നടക്കേണ്ട സംഭവങ്ങളെ കുറിച്ച് യേശു പറഞ്ഞിട്ടുണ്ട്. मत्ती की किताब 24 आयत में कई बातें लिखी हुई है जो अंतिम दिनों में होने वाली है। അതിൽ എഴുതിയിരിക്കുന്ന മിക്കവാറും കാര്യങ്ങൾ അന്ത്യകാലത്ത് നടക്കേണ്ട സംഭവങ്ങളെ കുറിച്ചാണ് അവിടെ കാണുവാൻ തക്കണം കഴിയുന്നത്. अंतिम दिनों में जो बातें होने वाली उसके बारे में बहुत बातें वहाँ पर लिखी हुई है। മത്തായിയുടെ സുവിശേഷം 24-ാമത്തെ അധ്യായം मत्ती की किताब 24वां अध्याय അതിന്റെ 4 തൊട്ട് പഠിക്കുമ്പോൾ उसके चौथे आयत से नीचे अगर हम पढ़ेंगे तो അനേക സംഭവങ്ങൾ അന്ത്യകാലത്ത് നടക്കുന്നതായിട്ട് പറഞ്ഞിട്ടുണ്ട്. कई प्रकार की बातें जो होने वाली है वहाँ पर लिखा हुआ है। അവിടെ ജാതി ജാതിയോട് എതിർക്കും. वहाँ पर लिखा है कि जाति जाति से युद्ध करेंगे, യുദ്ധങ്ങൾ ഉണ്ടാകും, ക്ഷാമമുണ്ടാകും, ഭൂകമ്പം ഉണ്ടാകും, युद्ध होगा, लड़ाइयाँ होगी, भूकंप होगा। 11-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു. 11वें आयत में हमारे इस प्रकार लिखा हुआ है। നമ്മൾ മുമ്പ് കള്ളപ്രവാചകൻ പലരും വന്ന് അനേകരെ തെറ്റിക്കും. वहाँ पर व्यक्ति रूप से लिखा हुआ है कि बहुत से झूठे भविष्यता उठ खड़े होंगे। 12-ാമത്തെ വാക്യത്തിൽ 12वें आयत में लिखा हुआ है അധർമ്മം പെരുകുന്നുണ്ട്, അനേകരുടെ സ്നേഹം തണുത്തു പോകും. वहाँ पर लिखा है कि अधर्म के बढ़ने से बहुत से लोगों का प्रेम ठंडा हो जाएगा। എന്നാൽ 13-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, लेकिन 13वें आयत में लिखा हुआ है അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ അത്രേ രക്ഷിക്കപ്പെടുന്നത്. वहाँ पर 13वें आयत में व्यक्ति रूप से लिखा हुआ है कि जो आखिरी या अंत तक धीरज बनाकर रखेगा उसी का उद्धार होगा। അപ്പോൾ അന്ത്യത്തോളം അവസാനം അന്ത്യത്തോളം എന്ന് പറയുന്നത് अर्थात अंत तक मतलब ഒന്നേ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവ്,
पहला ये कि प्रभु यीशु मसीह का आगमन का समय, അല്ലെങ്കിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആയുസ്, അല്ലെങ്കിൽ നമ്മുടെ മരണം. या फिर प्रभु यीशु मसीह ने जो हमें आखिरी दिन या हमारा जो मौत का समय तक ഞാൻ दिया। ഒരു കാര്യം ഈ സമയത്ത് എടുത്തു പറയുവാൻ ആഗ്രഹിക്കുന്നത്, एक बात मैं कहना चाहता हूँ, ദൈവമക്കൾ എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കുക, प्रभु के लोग हमेशा तैयारी के साथ बैठे रहे, ഒരുങ്ങിയിരിക്കുക, हमेशा तैयारी के साथ എല്ലാ बैठे रहे। ഭയങ്ങളും ജീവിതത്തിൽ നിന്ന് മാറ്റുക. जितने भी डरावनी बातें अपने जीवन से दूर करें। രണ്ട് കാര്യത്തിനു വേണ്ടി ദൈവ പൈതൽ ഏതു സമയത്തും ഒരുങ്ങിയിരിക്കണം. दो बातों के लिए प्रभु के लोग हमेशा तैयार रहें। അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മൾ വന്നിരിക്കുകയാണ്. ऐसे एक समय या दौर में हम पहुंच चुके हैं। ഒന്ന്, നമ്മുടെ മരണം ഏതു സമയത്തും സംഭവിക്കാം, ഈ ഒരു വിശ്വാസം അല്ലെങ്കിൽ ഈ ഒരു ചിന്തയകത്തുണ്ടായിരിക്കണം. पहला है कि हमारी मौत या हमारा मरना कभी भी हो सकता है, ऐसा हम विश्वास करें। മരണത്തെ വിശുദ്ധന്മാർക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. जो मौत है वो पवित्र लोगों को डरने की कोई आवश्यकता नहीं ഈ है। മരണമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മരണമെന്ന് പറയുന്നത് തീപ്പൊയ്കയാണ്. തീപ്പൊയ്ക നരകമാണ് മരണമെന്ന് പറയുന്നത്. यथार्थ से मौत का मतलब ये है कि नरक। എന്നാൽ വിശുദ്ധന്മാർ ദൈവമക്കളോടുള്ള ബന്ധത്തിൽ മരണമെന്ന് പറയുമ്പോൾ, लेकिन एक पवित्र लोग के संबंध में जो मौत ഈ है, ശരീരത്തിൽ നിന്ന് പ്രാണൻ വിട്ടുപോകുന്നതിനെയാണ് മരണമെന്ന് പറയുന്നത്. पवित्र लोगों के लिए मौत का मतलब है कि शरीर के द्वारा आत्मा का അപ്പോൾ निकलना। വിശ്വാസിയുടെ പ്രത്യാശ എന്ന് പറയുന്നത്, अर्थात विश्वास लोगों की जो प्रत्याशा है, പൗലോസ് പറയുന്നത്, प्रेरित पौलुस कहता है, ഈ ശരീരത്തിൽ നിന്ന് പ്രാണൻ വിട്ടുപോയാൽ जब इस शरीर से जब आत्मा या प्राण निकल जाएगी, ക്രിസ്തുവിനോടുകൂടെ ആയിത്തീരുകയാണ്. वो जो आत्मा है वो परमेश्वर के साथ मिल അപ്പോൾ जाएगी। മരണം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ പ്രത്യാശയാണ്. इसका मतलब जो मौत है एक विश्वासी के जीवन में प्रत्याशा या आशा है। അതുകൊണ്ട് ദൈവമക്കൾ ഒരുങ്ങിയിരിക്കുക. इसलिए परमेश्वर के लोग हमेशा तैयार ഈ रहे। മഹാമാരിയുടെ മുമ്പിൽ എല്ലാവരും കൈമലർത്തി കഴിഞ്ഞു. इस जो महामारी के सामने सब लोग हार मान चुके हैं। അതെ, ഡോക്ടർമാർ പോലും പറയുന്നത്, डॉक्टर लोग भी कहते हैं എന്തിനും നിങ്ങൾ ഒരുക്കമുള്ളവരായിരിക്കുക. किसी भी चीज के लिए आप सामना करने के लिए ഈ तैयार रहें। മഹാമാരി കൂടി കൂടി വർദ്ധിച്ചു വരികയാണ്. ये महामारी दिनों दिन बढ़ती जा അത് रही है। ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ രോഗത്താൽ ഇന്ന് ഭാരപ്പെടുകയാണ്. लाखों लाखों लोग इस महामारी की चपेट में आ गए। അനേക ജീവിതങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുന്നു. कई लोग मौत की स्थिति में पहुंचे അതിൽ हैं। ദൈവമക്കളുണ്ട്. उसमें कई परमेश्वर के लोग അനേക हैं। ദൈവമക്കളും ദൈവദാസന്മാരെ മരണത്താൽ മരിച്ചു ഈ രോഗത്താൽ. कई परमेश्वर के दास परमेश्वर के लोग भी इस दुनिया से अलग എന്നാൽ हो गए। ഇത്രത്തോളം നമ്മെ സൂക്ഷിക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. लेकिन हमें अभी तक संभालने के लिए प्रभु यीशु मसीह को प्रसन्नता हुई। നമ്മെ ജീവനോട് ശേഷിപ്പിക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. हमें अभी तक जीवन के साथ रखने के लिए प्रभु यीशु मसीह की इच्छा हुई। എന്തുകൊണ്ടാണ് നമ്മുടെ ജീവൻ ശേഷിച്ചിരിക്കുന്നത്? हमारा जीवन परमेश्वर ने अभी तक क्यों रख छोड़ा നമ്മെ है? കുറിച്ചുള്ള ദൈവഹിതം ഇതുവരെ പൂർണ്ണമായിട്ടില്ല. हमारे द्वारा जो इस दुनिया में काम होना है वो पूरा नहीं हुआ। നമ്മെ കുറിച്ച് ദൈവത്തിന് പല ഉദ്ദേശങ്ങളുണ്ട്. हमारे जीवन से प्रभु यीशु मसीह का कुछ उद्देश्य है। ദൈവത്തിന് നമ്മെ കുറിച്ചുള്ള ഉദ്ദേശം പൂർത്തീകരിക്കപ്പെടുമ്പോൾ നമ്മൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടും. हमारे जीवन से जो प्रभु यीशु मसीह का उद्देश्य पूरा हो जाएगा तो हम भी इस दुनिया से अलग हो जाएंगे। അതിനുവേണ്ടി ഏത് മുഖാന്തരം ദൈവം ഒരുക്കി എന്ന് വരും. हाँ, उसके लिए हमारे लिए कई प्रकार की सिचुएशन प्रभु हमारे जीवन पैदा करेगा। ഒന്നേ ജീവിതത്തിൽ ചിന്തിക്കുക, അത് ദൈവത്തിന്റെ ഹിതമെന്നിൽ നിറവേറുന്നുണ്ടെന്ന് നമ്മെ തന്നെ ശോധന ചെയ്യുക. हम अपने आप को जांचें कि प्रभु यीशु मसीह की इच्छा क्या हमारे जीवन से पूरा हो रहा है। നമ്മെ കൊണ്ട് പല വേലകൾ ചെയ്യിക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. हमारे जीवन से कई बातें प्रभु यीशु मसीह ഓരോരുത്തരെ വിളിച്ചതിന് ദൈവത്തിന് ഓരോ ഉദ്ദേശമുണ്ട്. एक एक लोगों से प्रभु यीशु मसीह की कुछ इच्छाएं हैं। ഞാൻ പറഞ്ഞു, നാം ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണ്. हम प्रभु यीशु मसीह के द्वारा बुलाए हुए लोग അപ്പോൾ हैं। എന്നെ വിളിച്ച വിളിയ സ്വർഗീയ വിളിയാണ്. इसलिए जो मेरी बुलाहट है वो स्वर्ग की നിങ്ങളെ बुलाहट വിളിച്ച है। വിളി സ്വർഗീയ വിളിയാണ്. जो आपको बुलाए वो बुलाहट എന്നാൽ स्वर्ग की बुलाहट ലോകത്തിൽ है। എന്നെ കൊണ്ട് നിങ്ങളെ കൊണ്ട് ദൈവം ചെയ്യിക്കുന്ന പ്രവൃത്തികൾക്ക് വ്യത്യാസമുണ്ട്. हाँ, लेकिन इस दुनिया में हमारे या तुम्हारे द्वारा जो काम कराता है वो अलग अलग हो सकता है। അതെ, മോശയെ വിളിച്ച ദൈവമാണ് യോശുവയെ വിളിച്ചത്. मूसा को जिस परमेश्वर ने बुलाया यहोशू को भी उसी परमेश्वर ने बुलाया। മോശയെ വിളിച്ചത് जो मूसा को बुलाया है, ഇസ്രായേലിനെ മിസ്രയീമിൽ നിന്ന് വിടുവിക്കുവാൻ. इस्राएली लोगों को मिस्र देश से अलग करने के എന്നാൽ യോശുവയെ വിളിച്ചത് लिए। लेकिन यहोशू को जो बुलाया കനാൻ ദേശം വിഭാഗിച്ചു കൊടുക്കുവാൻ. जो कनान देश है वो देने के लिए। നമ്മെ കുറിച്ചുള്ള വിളി പൂർത്തീകരിക്കപ്പെടുമ്പോൾ जब हमारी बुलाहट है जो पूरा हो जाएगा നമ്മൾ ഈ ലോകം വിട്ടുപോയേ പറ്റത്തുള്ളൂ. हमें ये दुनिया छोड़ना ही पड़ेगा। അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്തും ഏത് നേരത്ത് സംഭവിക്കാവുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. इसलिए मैंने कहा कि किसी भी समय कुछ भी हो सकता है, ऐसे दुनिया में हम जी रहे हैं। അതെപ്പോഴും മുമ്പിൽ വിശ്വാസത്താൽ ഒരു മരണം കണ്ടുകൊള്ളണം. इसलिए विश्वास के साथ सामने हमेशा एक मौत को എന്ന് हम देखें। പറഞ്ഞാൽ വിശുദ്ധിയോടും വേർപാടോടും കൂടെ
കൂടെ ജീവിക്കണമെന്ന്. इसका मतलब है कि विश्वास के साथ हमें जीवन जीना है. വിശുദ്ധിയോടെ പവിത്രതയ്ക്ക് സാത്ത് ജീവൻ വിധാനായ. इसका मतलब है कि विश्वास और पवित्रता के द्वारा हमें अपना जीवन എപ്പോഴും ഹൃദയത്തിൽ ഒരു ദൈവ പ്രത്യാശ ഉണ്ടായിരിക്കണം. हमेशा हमारे जीवन में प्रभु परमेश्वर का प्रत्याशा या विश्वास. രണ്ട് അവന്റെ വരവിന് വേണ്ടി ഒരുങ്ങുക. दूसरा उसके आने के समय के लिए ഏത് നേരത്തും കാഹളനാദം കേൾക്കാം. किसी भी समय उसकी तुरी की आवाज हम ഏത് सुन सकते हैं. നേരത്തും ദൈവ ശബ്ദം നമ്മുടെ കാതുകളിൽ മുഴങ്ങാം. किसी भी समय प्रभु यीशु मसीह की आवाज हमारे ഞാൻ कान में. പറഞ്ഞു അന്ത്യകാലത്ത് നടക്കേണ്ട അനേക സംഭവങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു. इस दुनिया में होने वाली कई बातें पूरी हो चुकी है. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങാം. इसलिए इन दिनों में हम प्रभु यीशु मसीह के आगमन के लिए तैयार ഞാൻ हैं. ഇന്ന് ഇവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. आज के लिए मैं यही बस को रोकना ഇതിന്റെ चाहता हूं. ശേഷഭാഗങ്ങൾ അടുത്ത ആഴ്ചയിൽ നമുക്ക് ചിന്തിക്കാം. बाकी के जो आयत हैं हम अगले हफ्ते इसका मनन करेंगे. അപ്പോസ്തലന്മാർ മുൻപറഞ്ഞ വാക്കുകളെ ഓർത്തുകൊള്ളുക. प्रेरित पौलुस लोगों ने जो पिछले बार में बातें कही उसको सोचें. അപ്പോസ്തലന്മാർ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു വന്ന് തിരുവചനത്തിൽ കാണുവാൻ കഴിയും. जो पौलुस लोग हैं वो कई बातें इस वचन में लिखी हुई है. അന്ത്യകാലത്തെ കള്ള ക്രിസ്തുക്കൾ എഴുന്നേറ്റ് വരും. जो आखिरी के समय में कई झूठे भविष्यवक्ता उठकर आए. പ്രവാചകന്മാർ എഴുന്നേറ്റ് വരും. കള്ളപ്രവാചകന്മാർ എഴുന്നേറ്റ് ദൈവ സ്നേഹം അനേകരിൽ നിന്ന് കുറയും. जो परमेश्वर का प्रेम है कई लोगों से कम होगा. വിശ്വാസത്തിൽ അനേകർ പിന്മാറിപ്പോകും. विश्वास से कई लोग पीछे हट जाएंगे. ഇതൊക്കെ ദൈവമക്കൾ മനസ്സിലാക്കേണ്ട അനുദിനം പ്രാർത്ഥിച്ച് ദൈവത്തോടടുത്ത് വിശ്വാസത്തിൽ ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കുക. ये सब परमेश्वर लोगों को समझकर विश्वास के साथ परमेश्वर में स्थिर रहे. എപ്പോഴും അകത്തൊരു പ്രത്യാശ ഉണ്ടായിരിക്കണം. എന്റെ കർത്താവ് വരാറായി. हमेशा हमारे जीवन में एक आशा होना चाहिए कि हमारे प्रभु को आने ആ का समय വരവിനെ നമുക്ക് നോക്കി പാർക്കാം. है. उस आने के समय को हम बाट जोते ഈ रहे. വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. इस वचन के द्वारा प्रभु हमें आशीष दें. പ്രാർത്ഥന.